ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ശബരിമലയുടെ പേരിൽ സംസ്ഥാനത്ത് വീണ്ടും ഒരു രാഷ്ട്രീയ വിവാദം കൊടുമ്പിരി കൊള്ളുകയാണ്. 6 ആണ്ട് മുമ്പുള്ള വിവാദം പോലെയല്ല ഇത്തവണ. അന്ന് ശക്തിയുക്തം എതിർത്ത NSS ഇത്തവണ സർക്കാരിനൊപ്പമാണ്. സർക്കാർ ആചാരം സംരക്ഷിക്കുമെന്ന് NSSന് ഉറപ്പാണ്. പഴയതുപോലെ ആഗോള അയ്യപ്പ സംഗമത്തെയും തീവ്രമായി എതിർക്കാനാണ് BJPയുടെ ശ്രമം. അതിനുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു. ആരെതിർത്താലും സംഗമവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. രാഷ്ട്രീയം പറയുന്നത് BJP ആണെന്ന് ദേവസ്വം മന്ത്രി തിരിച്ചടിക്കുന്നു. തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടോ എന്നതാണ് ചോദ്യം. CPM പ്രതിനിധിയായി നിതിൻ കണിച്ചേരി, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, BJPയിൽ നിന്നും അഡ്വക്കേറ്റ് S ജയസൂര്യൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ദാമോദർ പ്രസാദ് എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം അഡ്വക്കേറ്റ് S ജയസൂര്യനിലേക്ക്. ശ്രീ ജയസൂര്യൻ, എന്തുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തെ നിങ്ങൾ എതിർക്കുന്നത്? ഈ ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പ ഭക്തന്മാരുടെയും അയ്യപ്പ ക്ഷേത്രത്തിൻ്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം ഇത് തികച്ചും അയ്യപ്പ സങ്കല്പത്തിന് തന്നെ വിരുദ്ധമാണ്. അതായത് അയ്യപ്പനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആരാധിക്കുന്നത് യാതൊരു വേർതിരിവുകളുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ആരാധന നടത്താൻ കഴിയുന്ന ഒരു ദേവസ്ഥാനം എന്നുള്ള നിലയിലാണ്. അവിടെ ജാതിയില്ല, മതമില്ല, ഭാഷ, ദേശം ഒന്നുമില്ല. എല്ലാവരും അയ്യപ്പൻ്റെ മുമ്പിൽ തുല്യരാണ്. അവിടെ ഇപ്പോൾ 5 പ്രിവിലേജ് കാർഡുകൾ കൊണ്ടുവരികയാണ് സർക്കാർ. അതായത് അവിടെ ബ്രോൺസ് കാർഡുണ്ട്, സിൽവർ കാർഡുണ്ട്, ഗോൾഡ് കാർഡുണ്ട്, പ്ലാറ്റിനം കാർഡുണ്ട്, ഡയമണ്ട് കാർഡുണ്ട്. ഇതൊക്കെ പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം ഒരു കാർഡ് ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളിയിലോ ഒരു ക്രിസ്ത്യൻ പള്ളിയിലോ ഏർപ്പെടുത്താൻ സർക്കാർ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത്? ഇവിടെ മുഖ്യമന്ത്രിയായിട്ടിരുന്ന് ഭരിച്ചാൽ മതി, മുഖ്യതന്ത്രിയാവേണ്ട കാര്യമില്ല. അതായത് മന്ത്രിയുടെ ജോലി ചെയ്യുക, തന്ത്രിയുടെ ജോലി ചെയ്യാൻ തന്ത്രിയുണ്ട്. അപ്പോൾ ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളുടെയും കാര്യത്തിലേക്ക് കടന്നു കയറി അത് ക്ഷേത്ര സംരക്ഷണമാണ്, വികസനമാണ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അതിന് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ എടുത്തിട്ടുള്ള ആയിരക്കണക്കിന് കേസുകൾ നിലനിൽക്കുന്നു. CAIക്ക് എടുത്ത കേസുകളെല്ലാം പിൻവലിച്ചു, ഇവിടെ മാത്രം പിൻവലിച്ചിട്ടില്ല. ഇതേ പമ്പയിൽ, അയ്യപ്പ സംഗമം നടക്കുന്ന അതേ പമ്പയിൽ തന്നെ തന്ത്രി കുടുംബാംഗങ്ങളെ അറസ്റ്റ് ചെയ്ത്, തന്ത്രിയുടെ ഭാര്യ കുടുംബാംഗങ്ങളെ അറസ്റ്റ് ചെയ്ത വേദനാജനകമായ കേസുകൾ, ആ കാര്യത്തിലൊന്നും ഒരു മാറ്റമില്ല, അതിപ്പോഴും നിലനിൽക്കുന്നു. പമ്പ വിളക്കും തർപ്പണവും അതുപോലുള്ള കാര്യങ്ങൾ നിരോധിച്ചു കഴിഞ്ഞു. അങ്ങനെ കൃത്യമായി യാതൊരു വിധത്തിലും ഇത് ക്ഷേത്രാചാരങ്ങളെ പിന്തുണയ്ക്കുന്നതല്ല. മലയറിയ സമുദായത്തിൻ്റെ തേനഭിഷേകം, മകരദീപം, ഇതുപോലെയുള്ള അവകാശങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞു. അവർ പറയുന്നുണ്ട് മലയറിയ സമുദായത്തിന് പൂജകളിൽ പങ്കാളിത്തം വേണം, ദേവസ്വം ബോർഡിൽ പ്രാതിനിധ്യം വേണം. അതൊന്നും പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ BJP ഉന്നയിക്കുകയാണോ, അതോ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള എതിർപ്പ് പറയുകയാണോ? അങ്ങ് പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നേരത്തെയുള്ള കുറേ വിഷയങ്ങളെല്ലാം കൂടി ചേർത്ത് പറയുന്നു എന്നാണ്. ഈ പറഞ്ഞ 5 പ്രിവിലേജ് കാർഡുകളാണോ BJPയുടെ പ്രശ്നം? BJP പറയുന്നു അത് വിശ്വാസത്തിന് വിരുദ്ധമാണ് എന്ന്. തന്ത്രി അങ്ങനെ പറഞ്ഞായി നമ്മൾ കേട്ടിട്ടില്ല. ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവസ്വം അക്കാര്യത്തിൽ അതൊക്കെ പരിശോധിച്ചിട്ടാണല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നത്. എവിടെ നിന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട എതിർ ശബ്ദങ്ങൾ കേട്ടിട്ടില്ല. BJPയുടെ ഭാഗത്തു നിന്നാണ് എതിർ ശബ്ദം കേട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അവരെ പ്രതിനിധീകരിച്ച് പറയുന്നു എന്നാണോ, അവരുടെ പ്രശ്നം നിങ്ങളോട് മാത്രം പറഞ്ഞു എന്നാണോ? അതിലൊരു വ്യക്തത വരുത്താമോ? തീർച്ചയായിട്ടും വ്യക്തത വരുത്താം. അതായത് ഭക്തജന സമൂഹത്തിൻ്റെ, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധിയായിട്ടുള്ള സംഘടനകളുടെ നേതാക്കളുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല. ഇത് MLAമാർ, മന്ത്രിമാർ, അങ്ങനെയുള്ള ആൾക്കാർ മാത്രം നേതൃത്വം കൊടുത്ത് തികച്ചും രാഷ്ട്രീയമായിട്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ, ഒരു വികസന മാസ്റ്റർ പ്ലാൻ മുന്നോട്ട് വെച്ചിട്ടാണ്, അത് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞൊരു മാസ്റ്റർ പ്ലാനും മുന്നോട്ട് വെച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്നുമില്ലാതെ ഇത്തരം കാര്യങ്ങൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ ഡെവലപ്മെൻറ്റ് പ്ലാൻ പോലെ കൊണ്ടുവന്ന് അവതരിപ്പിക്കുമ്പോൾ ഇത് ശബരിമലയെ തകർക്കാൻ വേണ്ടിയാണ്. കാരണം ശബരിമലയ്ക്ക് അതിൻ്റേതായൊരു ചിട്ടയും വട്ടങ്ങളുമുണ്ട്. അതിന് ആചാരം, അനുഷ്ഠാനം, ധർമ്മം, ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. ഞങ്ങളിത് ആവർത്തിച്ച് പറയുന്നത്, ഞങ്ങളിത് കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതൊന്നും ഈ അയ്യപ്പ സംഗമത്തിൽ ചർച്ചയാവുന്നില്ല. അപ്പോൾ അയ്യപ്പന്മാരുടേതായിട്ടുള്ള പ്രതിനിധികളോ അയ്യപ്പ സംഘടനകളുടെ പ്രതിനിധികളെയോ അല്ലെങ്കിൽ മലയറിയ സമുദായത്തിൻ്റെ പ്രതിനിധികളെയോ തന്ത്രിയുടെ പ്രതിനിധിയോ പൂജാരിമാരെയോ അല്ലെങ്കിൽ ആധ്യാത്മിക ആചാര്യന്മാരുടെ പ്രതിനിധികളെയോ ഒന്നും വിളിക്കാതെ
വിദേശ പ്രതിനിധികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ മലയാളി സംഗമത്തിൻ്റെ അങ്ങനെയൊക്കെയുള്ള കേരള സഭയുടെ ഒക്കെയുള്ള പ്രതിനിധികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തികച്ചും മന്ത്രിമാർ, അതായത് സംസ്ഥാന മന്ത്രിമാർ അടക്കമുള്ള ആൾക്കാർ ദേവസ്വം ബോർഡിൻ്റെ 75-ാം പ്ലാറ്റിനം എന്നൊരു പേര് പറഞ്ഞുകൊണ്ട് ഈ നടത്തുന്ന പരിപാടി തികച്ചും അയ്യപ്പ ധർമ്മ വിരുദ്ധമാണ്, ഹിന്ദു വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ആവർത്തിച്ച് പറയുന്നത്. അല്ലാതെ മറ്റു യാതൊരു താല്പര്യവും ഇക്കാര്യത്തിലില്ല. ശ്രീ ജയസൂര്യൻ, ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയവൽക്കരിക്കാൻ BJP ശ്രമിക്കുന്നു എന്നാണ് മന്ത്രി പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, 1 വർഷം മുൻപ് തീരുമാനിച്ചതാണ് ഈ പരിപാടി. പമ്പയിൽ ചേർന്ന യോഗത്തിൽ വിവിധ സമുദായ സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു എന്ന്. അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? അല്ല, ഇത് ഞാൻ തിരിച്ചു ചോദിക്കുന്നു, ഇത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇതിവിടെ ആരെങ്കിലും അറിഞ്ഞോ? കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ ഈ വിഷയം എപ്പോഴെങ്കിലും ചർച്ചയായോ? അപ്പോൾ കഴിഞ്ഞ 1 വർഷം മുമ്പ് തീരുമാനിച്ചതാണെങ്കിൽ ചർച്ചയാവില്ലേ? ആരെങ്കിലും അറിയില്ലേ? അന്ന് തന്നെ ഇതിന് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ? മാധ്യമ ചർച്ച ഉണ്ടാവില്ലേ? ഇതൊന്നും ഉണ്ടായില്ലല്ലോ. എന്നിട്ട് ഇപ്പോൾ പറയുന്നു 1 വർഷം മുമ്പ് തീരുമാനിച്ചതാണ് എന്ന്. അപ്പോൾ 1 വർഷം മുമ്പ് തീരുമാനിച്ചത് രഹസ്യമായിട്ടായിരിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹം അത് ചർച്ചയ്ക്കെടുത്തില്ല? മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുത്തില്ല? എന്തുകൊണ്ട് ഇവിടുത്തെ സമുദായ സംഘടനകളും അതുപോലെ മതസംഘടനകളും ഭക്തജന സംഘടനകളും അറിഞ്ഞില്ല? അപ്പോൾ അതൊക്കെ വെറുതെ പറയുന്നതാണ്. 1 വർഷം മുമ്പുള്ള കാര്യമായിരുന്നെങ്കിൽ അങ്ങ് കണ്ടല്ലോ. അതിനെയും ഇന്ന് BJP പരസ്യമായി എതിർക്കുകയാണ്. അല്ല, NSSന്റെ പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് 30-ാം തീയതി ശ്രീ G. സുകുമാരൻ നായർ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തിരുത്തലും കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അതിൽ അദ്ദേഹം കടുപ്പിച്ചിട്ടുണ്ടല്ലോ ഭാഷ. ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെയും ക്ഷേത്രത്തിന്റെ പരിശുദ്ധി സംരക്ഷിച്ചുകൊണ്ടുമുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് ആഗോള അയ്യപ്പ സംഘം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നല്ലത് തന്നെ. ഇതിലേക്ക് രൂപപ്പെടുന്ന സമിതിയുടെ നേതൃത്വം രാഷ്ട്രീയ വിമുക്തവും തികഞ്ഞ അയ്യപ്പ ഭക്തരെ ഉൾക്കൊള്ളുന്നതുമായിരിക്കണം. രാഷ്ട്രീയക്കാരാണ് അതിനകത്ത് മുഴുവൻ എന്ന് നിങ്ങൾ എങ്ങനെ അനുമാനിച്ചു? അതെ, ആ കാര്യത്തിൽ അല്ല, ഞങ്ങൾ അനുമാനിക്കുന്നൊന്നുമല്ല, ഞങ്ങൾ അനുമാനിക്കുന്ന കാര്യമേ അല്ല ഇത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? രണ്ടാമത്തെ തിരുത്തൽ, രണ്ടാമത്തെ പ്രസ്താവന വന്നപ്പോൾ G. സുകുമാരൻ നായർ നേരിട്ട് പറഞ്ഞ കാര്യം എന്താ? ഇതിലേക്ക് രൂപപ്പെടുന്ന സമിതിയുടെ നേതൃത്വം രാഷ്ട്രീയ വിമുക്തവും തികഞ്ഞ അയ്യപ്പ ഭക്തന്മാരെ ഉൾക്കൊള്ളുന്നതും ആവണം എന്ന് സുകുമാരൻ നായർ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതായത് സനാതന ധർമ്മം എന്ന് പറയുന്നത് മലേറിയ ആണെന്ന് പറയുന്ന DMK-യെ ഉൾപ്പെടുത്തണം എന്നാണോ? അതായത് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാരെ പാർട്ടി കമ്മിറ്റിയിൽ ശാസിക്കുന്ന പാർട്ടിക്കാരെ ഉൾപ്പെടുത്തണം എന്നാണോ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. സുകുമാരൻ നായർ ബാക്കി പറയുന്നു, എങ്കിലേ ഈ സംഗമം കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യം നേടാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഇവിടെ നാസ്തികരാണോ ഭരിക്കുന്നത്, വിശ്വാസികളാണോ ഭരിക്കുന്നത് നോക്കിയിട്ടാണ് സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നത്. സർക്കാർ ഒരു പരിപാടി നടത്തുന്നു, അതിൽ വിശ്വാസികളുണ്ടാകാം, അവിശ്വാസികളുണ്ടാകും. ഇവിടുത്തെ സർക്കാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാസ്തികനാണല്ലോ എന്നാണല്ലോ നിങ്ങളുടെ പാർട്ടി അധ്യക്ഷൻ പറഞ്ഞത്. ഇനി അങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും ഒക്കെ തീരുമാനമെടുക്കുന്ന അവിടുത്തെ ഒരു മുഖ്യമന്ത്രിയാണ് ക്ഷണിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെയാണ് നോക്കേണ്ടത്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് വിശ്വാസികൾ കേരളത്തിലേക്ക് വരുന്നു എന്നത് കണക്കാക്കിക്കൊണ്ടാണ് തമിഴ്നാടിനെ ക്ഷണിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അല്ലെങ്കിലും മന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ട്. അതിലെ രാഷ്ട്രീയം അവിടെ പിന്നീട് ചർച്ച ചെയ്യാം. അല്ല, ഇവിടെ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും മുഖ്യമന്ത്രിമാർ പ്രഖ്യാപിത മതവിരുദ്ധരാണ്. അവർ മതവിശ്വാസികളല്ല, മതവിശ്വാസം അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തവരുമല്ല. അത് അവർ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ മതവിരുദ്ധരല്ല മതകാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ മതവിരുദ്ധരെ വെച്ച് ഒരു മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ ഇതുപോലെ ഒരു സംഗമം നടത്താൻ ധൈര്യമുണ്ടോ? ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. ഇവിടുത്തെ വിശ്വാസികളും അവിശ്വാസികളും എല്ലാം വോട്ട് ചെയ്താണല്ലോ ഇവരെ തെരഞ്ഞെടുത്തത്, അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ തിരഞ്ഞെടുത്താണ് ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതെങ്കിൽ അവര് രാഷ്ട്രീയം നോക്കിയാൽ മതി. ശരി, കാരണം ഇവിടെ പ്രിവിലേജ് കാർഡ് കൊണ്ടുവരികയാണ്. ശബരിമല വ്യത്യസ്തമാണ് എന്ന് അങ്ങ് തന്നെ സമ്മതിക്കുന്നു. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഹിന്ദു വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ശബരിമല ഞങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിക്കും? ഇതാണല്ലോ നേരത്തെയും നിങ്ങൾ നടത്തിയിരുന്നത്, നേരത്തെയുള്ള പ്രക്ഷോഭത്തിൽ. ഞാൻ വരാം ബാക്കിയുള്ള പ്രതിനിധികളെ കൂടി വന്നതിന് ശേഷം. നിതിൻ കണിച്ചേരി, ഇപ്പോൾ ഞങ്ങളുടേതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ പോകാത്തത് ഇവിടെ പോകാത്തതെന്ന് ചോദിക്കേണ്ട കാര്യമില്ലെന്നേ. എല്ലാവർക്കും വരാവുന്ന ഒരു ക്ഷേത്രത്തിന്റെ കാര്യം പറയുമ്പോൾ പാടില്ല, അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇതെല്ലാവർക്കും സംവിധാനമാണ്. ശബരിമല വ്യത്യസ്തമാകുന്നത്
അങ്ങനെയാണ് ശബരിമല ചോദിക്കും. വ്യത്യസ്തമാകുന്നേ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേക ഒരു അങ്ങനെയാണ് അവകാശവാദം ശബരിമല പറയാനില്ല. മാത്രം പോരാ, അവിടെയും വേണം, വരാം. എല്ലായിടത്തും വേണം. ഇല്ല, ബാക്കി അങ്ങനെയല്ലല്ലോ വിശ്വാസവുമായി privilege card ബന്ധപ്പെട്ട്. കൊണ്ടുവരുന്ന നിങ്ങളിപ്പോൾ കാര്യം ഞാൻ എന്താണ് ചോദിച്ചത്. സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ അവിടെ അനുവദിക്കാത്തത്? അല്ലേ, എന്താണ് കാര്യം? സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ്? കോടതി ഉത്തരവുണ്ടായിട്ട് അവിടുത്തെ ആചാരാനുഷ്ഠാനത്തിന്റെ കാര്യത്തിലാണത്. ആണല്ലോ അത് പറയാം. അത് ആചാരാനുഷ്ഠാനത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ പെടുന്നതാണ്. അവിടെ എല്ലാം ആചാരാനുഷ്ഠാനം തെറ്റിക്കുകയാണ് ഇവിടെ. ആചാരാനുഷ്ഠാനം ഇവിടെ തെറ്റിക്കുന്നു. 5 പ്രിവിലേജ് കാർഡ് കൊണ്ടുവരുന്നു. ഇത് ആചാരാനുഷ്ഠാനത്തിന് തെറ്റാണ്. ഞാൻ വരാം. നിതിൻ കണിച്ചേരി, നിങ്ങൾ CPM ആണോ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്? ഇത് MV ഗോവിന്ദനാണോ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്? ഇന്ന് കുമ്മനം ചോദിച്ചൊരു ചോദ്യമാണ്. ആരൊക്കെയാണ് ഇതിലെ 3000 പ്രതിനിധികൾ? ആ പ്രതിനിധികൾ രാഷ്ട്രീയക്കാരെ കുത്തി നിറച്ചിട്ടുള്ള പരിപാടിയാണോ എന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച NSS ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. NSSന്റെ ഇന്നത്തെ പുതിയ പ്രസ്താവന കണ്ടല്ലോ. അപ്പോൾ അതിൽ വിശ്വാസമുള്ളവരായിരിക്കണം, ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കുന്ന വിധമാകരുത് ആ ഒരു സമിതി രൂപീകരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിലൊരു വ്യക്തത വരുത്തേണ്ടതില്ലേ? എന്താണ് ഇക്കാര്യത്തിൽ CPM പറയാനുള്ളത്? നോക്കൂ, നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല. ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും നിലനിൽക്കാത്തതുപോലെ അല്ലെങ്കിൽ ഇല്ലാത്തതുപോലെയുള്ള മതനിരപേക്ഷതയുടെ പ്രതീകമായി അല്ലെങ്കിൽ ജാതീയതയ്ക്കെതിരായി മതവ്യത്യാസത്തിനെതിരായി എല്ലാ മനുഷ്യർക്കും വന്നു ചേരാവുന്ന, വിശ്വാസികൾക്കും വന്നു ചേരാവുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ് ശബരിമല. ആ ശബരിമലയിലേക്ക് രാജ്യത്ത് നിന്നെമ്പാടും, രാജ്യത്ത് നിന്ന് മാത്രമല്ല വിദേശ രാജ്യത്ത് ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ശബരിമലയിലെ സന്ദർശനത്തിന് വേണ്ടി, അയ്യനെ കാണുന്നതിന് വേണ്ടി എത്തുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ശബരിമലയുടെ വികസനം, അതുപോലെ തന്നെ ശബരിമലയുടെ ഖ്യാതിയും മറ്റും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും ലോകമാകെയുള്ള അയ്യപ്പ ഭക്തന്മാരെ കൂടുതൽ ആകർഷിക്കുന്നതിന് വേണ്ടിയും ശബരിമലയിൽ ഇങ്ങനെ വർഷം തോറും തീർത്ഥാടനത്തിനായി എത്തുന്ന ഭക്തജനങ്ങളായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുത്തേണ്ടി വരുന്നതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം ആലോചിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, നേരത്തെ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം മുമ്പ് പ്രഖ്യാപിക്കുന്നു, ഞങ്ങളിങ്ങനെ ശബരിമലയിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം ഈ ദേവസ്വം ബോർഡിൻ്റെ 75ാം വാർഷിക പരിപാടികളുടെ ഭാഗമായി നടത്തുന്നു എന്ന് ഒരാക്ഷേപവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അതിൻ്റെ തയ്യാറെടുപ്പുകളുമൊക്കെയായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഏതാണ്ട് ഇതിൻ്റെ തീയതി പ്രഖ്യാപിക്കുന്ന സമയത്തേക്ക് വരുന്നു. ഈ കന്നിമാസത്തിൻ്റെ ആരംഭ പൂജകൾക്ക് വേണ്ടി നട തുറക്കുന്ന സമയത്ത്, ഏതാണ്ട് ആ സമയത്ത് അയ്യപ്പ ഭക്തന്മാർക്ക്, ലോകത്താകെയുള്ള അയ്യപ്പ ഭക്തന്മാർക്ക് പങ്കെടുക്കാൻ കഴിയാവുന്ന നിലയിൽ ഇത് നടത്തും എന്ന് ദേവസ്വം ബോർഡ് പ്രഖ്യാപിക്കുന്നു. അതിനുവേണ്ടി ഉദ്ഘാടകനെ ക്ഷണിക്കുന്നതിന് അല്ലെങ്കിൽ മറ്റേ ആളുകൾ അതിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി പ്രമുഖരെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഇതൊക്കെ നടക്കുമ്പോഴാണ് BJPയുടെ നേതാക്കൾക്ക് ഹാലിളകുന്നത് പോലെ ഇപ്പോൾ ഇവിടെ ശ്രീ ജയസൂര്യ തന്നെ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ മുന്നോട്ട് വെച്ചു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആദ്യം പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുക, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് എന്താണ് BJP ഇതിൽ ഉയർത്തുന്ന വിമർശനം, അല്ലെങ്കിൽ BJPയുടെ പ്രശ്നം എന്താണ് എന്ന് പറയണ്ടേ? കളിക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഗോൾ പോസ്റ്റ് മാറ്റുന്നത് പോലെ ആദ്യം പറഞ്ഞു സ്റ്റാലിനെ വിളിക്കുന്നതാണ് പ്രശ്നം, ഇപ്പൊ പറയുന്നു പ്രിവിലേജ് കാർഡ് ഉണ്ടാക്കുന്നതാണ് പ്രശ്നം. ഇതൊക്കെ ആരാ പറയുന്നതാരാ? ഈ രാജ്യത്തിനകത്ത് മതത്തെ ഉപയോഗിച്ച് മാത്രം രാജ്യത്തിനകത്ത് അധികാരത്തിൽ വരികയും മതവിശ്വാസത്തെയും ജാതീയതയെയും വർഗീയമായി ഉപയോഗപ്പെടുത്തി അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയും തങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി മതത്തെയും മതവിശ്വാസത്തെയും ഏത് നിമിഷവും വലിച്ചു കീറുകയും ചെയ്യുന്ന BJPക്കും RSSനും ഇത് പറയാൻ എന്താ അവകാശം ഈ രാജ്യത്തുള്ളത്? ഈ രാജ്യത്തിലെ ഹിന്ദുമത വിശ്വാസികളുടെ മുഴുവൻ അവകാശം RSSന് ആരാ എഴുതി കൊടുത്തത്? നാട്ടിനകത്തുള്ള എത്രയോ സംഘടനകൾ, ആ സംഘടനയുടെ വില മാത്രമേ RSSനുമുള്ളൂ എന്ന് RSS മനസ്സിലായിക്കൊള്ളണം. ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ട ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി BJP, അതിന്റെ നേതാവ് കുമ്മനം രാജശേഖരൻ, അതിന്റെ നേതാവാണ് ചന്ദ്രശേഖരൻ, അതിന്റെ വക്താവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ജയസൂര്യ. അത്രയേ ഉള്ളൂ. അല്ലാതെ രാജ്യത്തിലെ മുഴുവൻ ഹിന്ദുമത വിശ്വാസികളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും അതിന്റെ മുഴുവൻ അട്ടിപ്പറാവകാശം BJPക്ക് ആരാ നൽകിയത്? നിങ്ങൾക്കാരാ നൽകിയിട്ടുള്ളത്? ഇവിടെ ആചാര ലംഘനം നടക്കുന്നു എന്ന് പറയാൻ BJPക്ക് എന്താ അവകാശമുള്ളത്? ഈ ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് അതിൽ ഇതിനോടകം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ രാജ്യത്തിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പരിശ്രമിക്കുന്നതാരാ? അത് BJP ആണ്. അതുകൊണ്ടാണ് ദേവസ്വം വകുപ്പ് മന്ത്രി ഇന്ന് അർത്ഥശങ്കയില്ലാതെ പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയവും കാണുന്നില്ല. തെരഞ്ഞെടുപ്പുകൾ ഇതിനു മുമ്പ് എത്രയോ വന്നിട്ടുണ്ട്, അന്നും ശബരിമല ഈ നാട്ടിലുണ്ടായിരുന്നു. ഒരു കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്ന CPIMനോ ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീ പറഞ്ഞ അവസാനിപ്പിച്ച് താങ്കൾ ചോദിച്ചോളൂ. ശരി, പറഞ്ഞോളൂ.
അല്ല, ഞാൻ പറഞ്ഞത് ഒരു ആചാര ലംഘനവും നടത്താൻ ശബരിമലത്തിന് മുമ്പുണ്ടായിരുന്നല്ലോ. ഒരു കാലത്തും ഞങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇതിന് ഉപയോഗപ്പെടുത്തുന്നത് ആരാ? അത് സുപ്രീം കോടതി വിധി വന്ന പശ്ചാത്തലത്തിലായാലും ശരി, ഇപ്പോ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കാര്യത്തിലായാലും ശരി, ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നത് BJP ആണ്. ശരി, ശ്രീ നിതിൻ ഗഡ്കരി, അത് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ടല്ലോ നിതിൻ ഗഡ്കരി, ഒരു പശ്ചാത്തലമില്ലാതെ ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്നത്. പക്ഷെ ഇന്ന് അതിൽ ഒരു ക്ലാരിറ്റി വരുത്തുന്നു എന്ന രൂപത്തിൽ അതെങ്ങനെയായിരിക്കണം ആ സമിതി എന്നുള്ള ചില അഭിപ്രായങ്ങൾ കൂടി NSS മുന്നോട്ട് വെക്കുന്നുണ്ട്. നിതിൻ ഗഡ്കരി, നമ്മൾ ഇങ്ങനെ പറയുന്ന രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന സംശയം ഒരു പശ്ചാത്തലമുണ്ടല്ലോ. സുപ്രീം കോടതി ഉത്തരവ് വരുന്നു, വനിതാ പ്രവേശമാകാം. അപ്പോൾ അത് നടപ്പാക്കാൻ സർക്കാർ ചില ശ്രമങ്ങൾ നടത്തുന്നു. അത് വലിയ രീതിയിൽ സമൂഹം ആരൂപത്തിൽ മാറി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ അത് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ തെറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു തെറ്റുതിരുത്തൽ എന്ന രൂപത്തിലേക്ക് ആയിക്കൊണ്ട് അതിനുള്ള ശ്രമമായിട്ടാണ് അയ്യപ്പ സംഗമത്തിലേക്ക്, അതായത് നിങ്ങൾ രണ്ടാം നവോത്ഥാനം എന്ന രീതിയിൽ പ്രഖ്യാപിച്ചിരുന്ന വനിതാ മതിലടക്കമുള്ള കാര്യങ്ങൾ, നവോത്ഥാന സമിതി അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ അയ്യപ്പ സംഗമത്തിൽ, ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി തന്നെ നിങ്ങൾ അതിൽ ചില കാര്യങ്ങൾ നടത്തുന്നു എന്ന് സംശയിക്കാമല്ലോ. നോക്കൂ, ശബരിമലയെ രാഷ്ട്രീയമായി ഈ നാട്ടിൽ ഉപയോഗിച്ചാൽ നോക്കിയത് BJPയും RSSുമാണ്. ശബരിമലയിലുണ്ടായ സുപ്രീം കോടതി വിധിയാവട്ടെ, ആ വിധിയെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളാവട്ടെ, ഇതിനെയെല്ലാം രാഷ്ട്രീയ ലാക്കോടുകൂടി ഉപയോഗിച്ചത് ഈ രാജ്യത്തിനകത്ത് BJP ആണ്. കേരളത്തിനകത്ത് പ്രത്യേകിച്ചും BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന K. സുരേന്ദ്രനൊക്കെ അന്ന് കാണിച്ചിരുന്ന നാടകങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുള്ളതാണല്ലോ, കേരള സമൂഹം കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഏതെങ്കിലും ഒരു തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് ശബരിമല കാരണമായി എന്ന് ഞങ്ങൾ കരുതുന്നതേയില്ല. ശബരിമലയിലെ വിഷയം കാരണമായിട്ടുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നതേയില്ല. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിലല്ലേ കേരളത്തിൽ, സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലേക്ക് വന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ, ശ്രീ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ എന്ന് പറയുന്നത് ഭക്തരുടെയും അയ്യപ്പ ഭക്തരുടെയും ഗുരുവായൂരിൽ അമ്പലത്തിൽ പോകുന്നവരുടെയും അതല്ലാത്ത ക്ഷേത്രങ്ങളിൽ പോകുന്നവരുടെയും ഇതര മതവിശ്വാസികളുടെയും ഇസ്ലാം മത, ഈ രാജ്യത്തിനകത്ത് മതമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും എല്ലാ വിശ്വാസങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ പ്രവർത്തിക്കുന്നത്. ശരി, നിതിൻ ഗഡ്കരി, അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ ഒരു പരിപാടി നടത്തുമ്പോൾ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ, അയ്യപ്പ സേവാ സമിതി, അവരുടെ പ്രതിനിധികളൊക്കെ വേണമല്ലോ. അത് ഈ പറയുന്ന സമിതിയിലുണ്ടോ എന്നുള്ള സംശയം അവിടെ ഉയരുന്നു. അവരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകൾ നടത്തേണ്ടതല്ലേ സ്വാഭാവികമായി? ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുമ്പോൾ വിദേശത്തുനിന്നും അപ്പുറത്തുനിന്നും ഇപ്പുറത്തും ഒക്കെ ആളുകളെ കൊണ്ടുവരാൻ നിങ്ങൾ ലോക കേരള സഭ നടത്തിയ പോലെ ഒരു പരിപാടിയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് മറുപടി? അല്ല, യഥാർത്ഥമായി അയ്യപ്പനിൽ വിശ്വസിക്കുന്ന, ശബരിമലയിൽ വിശ്വസിക്കുന്ന, തത്വമസി എന്ന വാചകത്തെ മനസ്സിലേറ്റുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാരുമായും ആ അയ്യപ്പ ഭക്തന്മാരുടെ എല്ലാ സംഘടനകളുമായും ഒരു നിലയിലും സംസാരിക്കാതിരിക്കേണ്ട കാര്യം ദേവസ്വം ബോർഡിനില്ല, സർക്കാരിനില്ല. അതെല്ലാം പരിഗണിക്കും. പക്ഷേ RSS പറയുന്നത് പോലെ, BJP പറയുന്നത് പോലെ നടത്തണം എന്ന് പറഞ്ഞാൽ അതിന് ഈ കേരളത്തിലെ ദേവസ്വം ബോർഡിന് കിട്ടില്ല, കേരളത്തിലെ ജനങ്ങളും അതിന് ഒപ്പുണ്ടായില്ല. എന്താ വെച്ചാൽ RSSന്റെയും BJPയുടെയും താല്പര്യം ക്ഷേത്രമോ ആചാരമോ ഭക്തരുടെ വിശ്വാസമോ അല്ല. ഇത് ഉപയോഗപ്പെടുത്തി എങ്ങനെ അധികാരത്തിലെത്താം, ആ അധികാരത്തിലെത്തിയാൽ തങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കാം, ഇതാണ് BJP ശ്രമിക്കുന്നത്. അത് തന്നെയാണ് CPM-നെയും സംശയിക്കുന്നത്. അത് തന്നെയാണ് ഇടത് സർക്കാരിനെ കുറിച്ചും ഉള്ള സംശയമായി എതിർക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീ N. ശ്രീകുമാർ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ചർച്ച ചെയ്തതാണ്. പക്ഷേ NSSന്റെ ഒരു പ്രതികരണം, NSS പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നുള്ള പ്രതികരണം വന്നു. ഇന്നിപ്പോൾ അതിലൊരു ക്ലാരിറ്റി വരുത്തുകയാണ്. ആ വാചകങ്ങൾ കൂടി അങ്ങ് വായിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഇത് സംബന്ധിച്ച് സംശയങ്ങൾ NSSനുണ്ട് എന്ന് കരുതാമോ? ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട്, BJP എടുത്ത നിലപാട്, ഇപ്പോൾ അക്കീരമൺ ഭട്ടതിരി പറഞ്ഞിരിക്കുന്ന പ്രതികരണം, അതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന പ്രതികരണമാണ് നടത്തിയത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ടാണോ അതിലൊരു ക്ലാരിറ്റി വേണമെന്ന് NSS ആവശ്യപ്പെട്ടിരുന്നത്? പക്ഷേ NSS പിന്തുണയ്ക്കില്ല എന്നോ കൂടെ ഉണ്ടാകില്ല എന്നൊന്നുമല്ല പറയുന്നത്, ഇവരുമായിട്ടൊക്കെ സംസാരിച്ചു എന്ന് തന്നെയാണ് സർക്കാരും പറയുന്നത്. നോക്കൂ ശ്രീമതി സ്മൃതി, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് സംസാരിച്ചതാണ്. ഹൈന്ദവ വിശ്വാസികളെ പറ്റിക്കാനുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ഞാൻ പറയില്ല, കാരണം ഇത് LDFൽ ചർച്ച ചെയ്തിട്ടില്ല, CPM-ൻ്റെ ഒരു തീരുമാനമാണിത്. ഇത് NSS ഇന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ, കാരണം അതൊരു തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അയ്യപ്പ സംഗമം നടത്തുന്നതിന് NSS എന്തിനെ എതിർക്കുന്നത്? ഗവൺമെൻറ്റിനെ എതിർക്കുന്നവരാണ് NSS എന്നൊരു ധാരണ CPM ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതൊരു നല്ല കാര്യമാണെന്ന് ഗവൺമെൻറ് പറയുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നു.
പക്ഷേ ചില നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു, അല്ലെങ്കിൽ ചില സംശയങ്ങൾ പറയുന്നു. എന്താണത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? 3000 പ്രതിനിധികളെ പങ്കെടുപ്പിച്ചിട്ട് എന്ത് വികസന ചർച്ചയാണ് അവിടെ നടത്താൻ പോകുന്നത്? നവകേരള സദസ്സ് നടത്തിയ കാലത്തെ പോലെ എല്ലാവരെയും വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണോ? അതോ ഇങ്ങനെ പരാതികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഒരു കൗണ്ടറിൽ കൊണ്ട് കൊടുത്തോ എന്ന് പറയുന്നത് പോലെയാണോ? 3000 പേരാണോ ശബരിമലയുടെ വികസനം തീരുമാനിക്കുക? അത് ഗവൺമെൻറ്റിന് ഒറ്റയ്ക്ക് തീരുമാനിക്കാവുന്നതല്ലേ? ഇതൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷേ NSS എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരായിട്ട് എതിർക്കുന്നില്ല. ഇത് നല്ല കാര്യമാണ്, അയ്യപ്പ സംഗമം നല്ല കാര്യമാണെന്ന് NSSന് തോന്നുന്നു. ശരി, എങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് വയ്ക്കട്ടെ. അപ്പോൾ ഇന്ന് മന്ത്രി വാസവൻ പറഞ്ഞ എന്താണ്? അയ്യപ്പന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും. അയ്യപ്പന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആഗോള അയ്യപ്പ സംഗമം നടത്തണോ? അവിടെ വരുന്നവരാണോ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത്? അത് ബോർഡും ഗവൺമെൻറ്റും കൂടെ അല്ലേ, ദേവസ്വം ബോർഡും കൂടെ അല്ലേ? അപ്പോൾ ഇതൊരു CPMൻ്റെ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് ഓരോ കാലത്തും എടുത്തിട്ടുണ്ട്. 4-5 വർഷം മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു, വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇന്ത്യയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നടപ്പാക്കാൻ പറ്റില്ല. അന്നാണ് ഈ ശബരിമല വിഷയം വന്നത്. എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാവരും ഇവിടെ ജനിക്കുന്നൊരു ഹിന്ദുവായിട്ടാണ്, വിശ്വാസികളെ ചേർത്ത് നിർത്തണം എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൂർണ്ണ ആശയങ്ങൾ അതേപോലെ നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ പറഞ്ഞ 4-5 വർഷം മുമ്പ് വലിയ ഗതി പിടിച്ചില്ല. അതിനുശേഷം ഇപ്പോൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് അയ്യപ്പ സംഗമം. ഇതിപ്പോൾ നമുക്ക് BJP എതിർക്കുകയാണ്. ഇങ്ങനെ BJP എതിർക്കുന്നതിന് വിരോധമൊന്നുമില്ല, കാരണം അവർക്ക് രാഷ്ട്രീയമായിട്ട് എതിർക്കാം. പക്ഷേ അവരിങ്ങനെ ആവേശം പൂണ്ട് എതിർക്കുമ്പോൾ CPMന് നല്ല കാര്യം എന്താണെന്നറിയോ? അയ്യപ്പ സംഗമം എന്നവർ അയ്യപ്പൻ ഈ അയ്യപ്പൻ എന്നിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ BJP എതിർക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒരു അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിക്കുമ്പോൾ BJP എതിർക്കുന്നു. ഞങ്ങൾ അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അയ്യപ്പൻ എന്നുള്ളത് അവിടെ കൊണ്ടുവന്ന് ഈ ഹിന്ദുക്കളായ വിശ്വാസികളെ പറ്റിക്കാനുള്ളൊരു നീക്കം തന്നെയാണ്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസികളുടെ സംഗമം നടത്തിയാൽ എന്ന് വെച്ചാൽ ഇത് നടത്തുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്, പക്ഷേ ഭരിക്കുന്നത് ഗവൺമെൻറ്റാണ്. LDFൽ ചർച്ച ചെയ്തിട്ടില്ല, തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയും കൂട്ടരും പാർട്ടിയുമാണ്. അതുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസികളുടെ സംഗമം നടത്തിയാൽ, വിശ്വാസികളുടെ സംഗമമാണല്ലോ അയ്യപ്പ സംഗമം, വിശ്വാസികളുടെ സംഗമം നടത്തിയാൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വ്യതിചലനമാണ്, സംശയം വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസികളുണ്ട് കേട്ടോ, ഭക്തരുണ്ട്. ബ്രാഞ്ചിൽ നിന്നുള്ള സഖാക്കളൊക്കെ ശബരിമലയ്ക്കും പോകുന്നുണ്ട്, അതൊന്നും തെറ്റില്ല, കാരണം അതൊക്കെ പാർട്ടി അംഗീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരനവസരത്തിൽ എന്താണ് അനവസരം എന്ന് പറയുന്നത്? ഈ ആഗസ്റ്റ് മാസം കഴിഞ്ഞ് സെപ്റ്റംബറിൽ, അതായത് ചിങ്ങമാസത്തിൽ തന്നെ അല്ലെ കന്നിമാസത്തിൽ തന്നെ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുക, അത് കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുക. അപ്പോൾ അതിനു മുമ്പ് ഇത്രയും കാലം ഉണ്ടായില്ലേ? 8 വർഷമായിട്ട് ഉണ്ടായിട്ടില്ലല്ലോ, അല്ലെ ശബരിമല പ്രശ്നങ്ങൾ വന്ന ശേഷം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ രാഷ്ട്രീയമാണ്, സംശയം വേണ്ട ആ കാര്യത്തിൽ. ഈ രാഷ്ട്രീയത്തെ തുറന്നെതിർക്കാൻ BJP ശ്രമിക്കുന്നവർക്കറിയാം. കാരണം BJP ശ്രമിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ BJPയാണ് എല്ലാ ഹിന്ദുക്കളെയും കൈയടക്കി വെച്ചിരിക്കുന്ന ഞങ്ങളാണ്, ഹിന്ദു വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ഞങ്ങളാണ് ഇവിടെ കണിച്ചേരി പറഞ്ഞല്ലോ. അപ്പോൾ അത് പറയിപ്പിക്കണം, CPM ആവർത്തിച്ച് പറയിപ്പിക്കണം. അങ്ങനെ വരുമ്പോൾ ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. BJPക്കാരായ ഹിന്ദു വിശ്വാസികളോടും അതുപോലെ തന്നെ അവരോട് പറയാണ്, എന്തേ CPM വിശ്വാസികളെ സംരക്ഷിക്കുന്നവരാണ്. അപ്പോൾ BJP സുഹൃത്തുക്കളെ, നിങ്ങൾ കോൺഗ്രസ് ജയിക്കും തോന്നിയാൽ BJPക്ക് വോട്ട് ചെയ്യേണ്ട, ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പരോക്ഷമായി പറയുകയാണ്. അത് സംശയം വേണ്ട. അതുകൊണ്ട് NSSൻ്റെ തന്ത്രപരമായ സമീപനം, കാരണം ഇന്നലെ NSSൻ്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതല്ല ഇന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ജനറൽ സെക്രട്ടറി പറഞ്ഞതും അതിന് ശേഷമാണ് മറ്റേ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് പറഞ്ഞത്. യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞാൽ നോക്കൂ സ്മൃതി, ആദ്യകാലം തൊട്ട് EMSൻ്റെ കാലം തൊട്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് ഇടതുമുന്നണിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച ഒരു വിഭാഗമാണ് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ എന്താണ്. ഈ കാലത്ത് NSSൻ്റെ തീരുമാനം വരുന്നു, അതുപോലെ യോഗക്ഷേമ സഭയുടെ സംശയം വരുന്നു. ഇതൊക്കെ വരാനുള്ള കാരണം എന്താണ്? ഇത് അയ്യപ്പന്മാരുടെ കാര്യമാണ്. ഈ സംഗമം നടത്തിയിട്ട് ഒരു തീരുമാനം എടുത്തില്ലേ എന്താകും? പിന്തുണച്ചൊരു വെറുതെയാവും. കാരണം ഇത് എന്ത് തീരുമാനം എടുക്കുമ്പോൾ സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്കൂ. 3000 പേരെ പ്രതിനിധികളായിട്ട് വരുന്നു. അതിൽ അയ്യപ്പ സംഗമം എന്ന പേര്, അത് തീർത്ഥാടക സംഗമം എന്നാണ് ശരിക്കും പേരിടേണ്ടിയിരുന്നത്. കാരണം തീർത്ഥാടകരുടെ സംഗമമാണ്. ഞാൻ പണ്ട് പറഞ്ഞപ്പോൾ BJPക്കാരുടെ സ്വരാണെന്നൊക്കെ പറഞ്ഞു, അതല്ല. ഒരാൾ അയ്യപ്പന, കാരണം അത് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ തേടലാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. അത് പേര് പ്രശ്നമാണ്. കാരണം ശബരിമല തീർത്ഥാടക സംഗമെന്നോ ശബരിമല വികസന സമ്മേളനമെന്നോ പറയാതെ അയ്യപ്പ സംഗമം എന്ന് പറയുമ്പോൾ ഞാൻ സ്മൃതി ഒരു കാര്യം പറയാം. വിശ്വാസികൾക്ക് വിശ്വാസിയായ ഒരാൾ, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ സ്മൃതി ചോദിച്ചു ശ്രീകുമാരൻ BJPയുടെ ഒരു ഇതാണല്ലോ എന്ന്. അതായത് ഒരു വിശ്വാസി അയ്യപ്പനാകുന്നത് വ്രതം എടുക്കുമ്പോഴാണ്, അപ്പോഴേ അയ്യപ്പനാകുള്ളൂ.
ആ അയ്യപ്പന്മാരല്ല 3000 പേര്. അത് ആദ്യം മനസ്സിലാക്കുക. അതേ പറഞ്ഞ അയ്യപ്പൻ എന്നുള്ള പേര് കൊണ്ടുവന്നിട്ട് അയ്യപ്പനെ വലിച്ചഴച്ചിട്ട് ഹിന്ദു വിശ്വാസികളെ പറ്റിച്ചിട്ട് രാഷ്ട്രീയം കൊയ്യാനാണ്. പക്ഷേ ഇതവർക്ക് തിരിച്ചടിയാവും. എന്താ തിരിച്ചടിയാവും എന്ന് പറയാൻ കാരണം എന്നറിയോ? വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറ്റില്ല എന്ന് പറഞ്ഞത് ശബരിമല സീസൺ കാലത്ത് പറഞ്ഞിട്ട് ഗുണം പിടിച്ചില്ല. ഇതിപ്പോൾ ഈ സീസണിൽ വീണ്ടും 5 വർഷം കഴിഞ്ഞ് കൊണ്ടുവന്നിരിക്കുക ഗോവിന്ദ മാഷ്. എന്നിട്ട് അന്ന് പാർട്ടി എന്താ പറഞ്ഞത്? അനവസരത്തിലുള്ള പ്രസ്താവനയാണെന്ന് പറഞ്ഞു. അതൊക്കെ ഓരോ കാലത്തെ തന്ത്രമാണ് CPM-ന്. ഇത്തവണ എന്തായാലും ഹിന്ദുക്കളുടെ വോട്ട് കിട്ടില്ല എന്നൊരു ധാരണ അവർക്ക് വന്നിട്ടുണ്ട്. കാരണം അത് ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അത് BJP-യെ പ്രകോപിപ്പിക്കുക. BJP ആണെങ്കിൽ ഈ രാഷ്ട്രീയം മനസ്സിലാക്കാതെ വെറുതെ പ്രകോപനം ആ പ്രകോപനം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. NSS നോക്കൂ, മയത്തിൽ തന്ത്രത്തിൽ നിൽക്കുകയാണ് NSS. ഒന്നും പറഞ്ഞില്ല, നടക്കട്ടെ, നല്ല കാര്യം. പക്ഷേ അതിലാരൊക്കെ വരും? സ്വാഗത സംഘം ആരാണ്? ആരൊക്കെ വരുന്നുണ്ട്? പ്രതിനിധികളുടെ സ്വഭാവം എന്താണ്? അവിടെ നടക്കുന്ന ചർച്ചകൾ എന്താണ്? ഇതൊക്കെ വരട്ടെ കാര്യങ്ങൾ. അപ്പം നോക്കിക്കോളൂ, NSS-ൻ്റെ നിലപാടാണെങ്കിലും SNDP-യുടെ നിലപാടാണെങ്കിലും ഹിന്ദു സംഘടനകളുടെ നിലപാടാണെങ്കിലും വിവിധ ക്ഷേത്ര കമ്മിറ്റികളുടെ നിലപാടാണെങ്കിലും പുറത്തേക്ക് വരും. ഇത് അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ അതൊരു ചർച്ചയാക്കി മാറ്റാം. അത് CPM-ന് ആഗ്രഹമുള്ളൂ. എത്ര ചർച്ചയായി ഇപ്പോൾ ഇത് അയ്യപ്പ സംഗമം. അത് ആ സംഗമത്തെ അനുകൂലിക്കുന്നവരാരാ? കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരും. അതാണ് രസകരം. എതിർക്കുന്നത് ആരാ? വിശ്വാസികളുടെ എന്ന് പറയുന്ന വിശ്വാസികളുടെ മൊത്തം, നേരത്തെ മറ്റേ നമ്മുടെ നിതിൻ പറഞ്ഞ പോലെ വിശ്വാസികളുടെ മൊത്തം എന്താണ് പറയുക, അട്ടിപ്പേർ ഏറ്റെടുക്കുന്നത് BJP. കോൺഗ്രസ് മതേതര പ്രസ്ഥാന. കോൺഗ്രസ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ഞങ്ങൾ സമ്മതിക്കില്ല. അവർ എന്തെല്ലാം സമ്മേളനങ്ങൾ നടത്തി. ഇപ്പോൾ ഒരു സദസ്സ് നടത്താൻ പോകുന്നില്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട്? അതുപോലൊരു സംഗമമേ ഇത് ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ സംഗമം കൊണ്ട് CPM-ന് ഗുണം കിട്ടില്ല, 101% ഗുണം കിട്ടില്ല. പക്ഷേ അവർക്കൊരു കാര്യം വ്യക്തമാക്കാൻ പറ്റും. എന്താ? ഞങ്ങൾ വിശ്വാസികളുടെ വോട്ടും അർഹിക്കുന്നവരാണ്. BJP മാത്രമല്ല, കോൺഗ്രസ് മാത്രമല്ല, ഞങ്ങൾക്കും വിശ്വാസികൾക്കൊപ്പമാണ്. അതുകൊണ്ടാണ് ഇവർ ഓരോ സമയത്തും ഹൈന്ദവ വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അത് തിരിച്ചു പിടിക്കുക എന്ന ഉദ്ദേശം കൂടി അതിലുണ്ടാകാം. ശ്രീ ദാമോദർ പ്രസാദ്, എന്തിനാണ് ഈ ആഗോള അയ്യപ്പ സംഘം എന്നാണ് അങ്ങ് കരുതുന്നത്? സ്മൃതി, ഒരൊറ്റ കാര്യം പറഞ്ഞോട്ടെ. അതായത് ഒറ്റ കാര്യം, മുഖ്യമന്ത്രിയല്ല, ഇന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ട് എല്ലാ വിശ്വാസികളും വർഗീയവാദികളല്ലാന്ന്. ആ സത്യം പറഞ്ഞാൽ അതവിടെ യോജിക്കുന്നതേ അല്ല. കാരണം ഇത് വർഗീയവാദികളുടെ സമ്മേളനം എന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ല ഈ സംഗമം. അപ്പോൾ എല്ലാ വിശ്വാസികളും വർഗീയവാദികളല്ല എന്നൊക്കെ പറഞ്ഞ് ഇത് സത്യം പറഞ്ഞാൽ ഇത് ഈ നിങ്ങളുടെ സ്മൃതിയുടെ ഈ ഒരു ചർച്ചയുടെ ഹെഡിങ് ഇട്ടവരെ ഇത് വെറും രാഷ്ട്രീയ സ്റ്റണ്ടാണ്, സംശയം വേണ്ട. പക്ഷേ ഇതിൽ അവർ ഒരു പാഠം പഠിക്കും. വിശ്വാസികളെ പറ്റിച്ചാൽ CPM പാഠം പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ശരി, ശ്രീ ദാമോദർ പ്രസാദ്, എന്തിനാണ് ഈ ആഗോള അയ്യപ്പ സംഘം എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? ആഗോള അയ്യപ്പ സംഗമം എൻ്റെ അഭിപ്രായത്തിൽ വളരെ പിണറായി വിജയൻ പണ്ട് മുന്നോട്ട് വെച്ച് പറഞ്ഞ വളരെ നവോത്ഥാന സങ്കല്പം എൻ്റെ അകത്തുണ്ട്. നമ്മുടെ ആലുവ മതസമ്മേളനം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സമ്മേളനമാണത്. കാരണം കേരളത്തിൽ സുപ്രീം കോടതി വിധിക്ക് ശേഷം കഴിഞ്ഞ 6 വർഷമായിട്ട് പ്രത്യേകിച്ച് കാര്യം നടന്നിട്ടില്ല. ഈ ആഗോള അയ്യപ്പ സംഗമം വേദിയാണ്, ഒരു സംവാദ വേദിയാണ്. ഗവൺമെൻറ് തങ്ങളുടെ സ്റ്റാൻഡ് അറിയിക്കാനും കേൾക്കാനും തങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാനും. അതായത് ക്ഷേത്രത്തിൽ യുവതീ പ്രവേശനം നടത്തണമെന്ന പിണറായി വിജയൻ്റെയും LDF-ൻ്റെയും പ്രഖ്യാപിതമായ നയം അത് അവതരിപ്പിക്കാനും ആ സംവാദത്തിന് തുറക്കാനും വേണ്ടി ഉള്ള നവോത്ഥാന സദസ്സായി ഇതിനെ കാണാൻ പറ്റും. സംഗമം ഈ ആഗോള നിക്ഷേപ സംഗമം പോലെ മാത്രമല്ല, ഈ സംഗമവേദി നവോത്ഥാന വേദിയാക്കി മാറ്റാൻ പിണറായി വിജയന് സാധിക്കും. പിണറായി വിജയൻ NSS-നോടും SNDP-യോടും ഹിന്ദു സംഘടനകളോടും മറ്റേ ഭക്തന്മാരോടും പറയാം, യുവതീ പ്രവേശനം വേണം, കാര്യം ഞാൻ നിലപാടെടുത്തിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, NSS-ന് എന്ത് അഷുറൻസാണ് കൊടുത്ത ഈ മന്ത്രി നമുക്കറിയില്ല. കാരണം കുറച്ച് നാൾ മുമ്പ് ഏതാണ്ട് കഴിഞ്ഞ വർഷമുണ്ട് NSS-ൻ്റെ സുപ്രീം കോടതി വക്കീൽ അഡ്വക്കേറ്റ് പരാശരൻ്റെ നവതി ആഘോഷം പെരുന്നയിൽ വെച്ച് നടന്നത്. പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും. നിങ്ങൾക്കറിയാവുന്ന പോലെ അഡ്വക്കേറ്റ് പരാശരനാണ് NSS-ന് വേണ്ടി ഈ സുപ്രീം കോടതി വിധിക്ക് ശേഷം, അതായത് ഇന്ദു മൽഹോത്ര ഡിസന്റ് ജഡ്ജ്മെൻറ്റിന് ശേഷം വന്ന വിധിക്കെതിരെ അഡ്വക്കേറ്റ് പരാശരനാണ് സുപ്രീം കോടതിയിൽ NS-ന് പ്രതിദാനം ചെയ്യുന്നത്. ആ കേസ് പിന്നീട് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് കേട്ട സമയത്ത് കേരളത്തിൻ്റെ അവിടുത്തെ പ്രതിനിധി ജഡ്ജി വക്കീലിൻ്റെ പേര് ഓർക്കുന്നില്ല, NS-നെ എതിർത്തിരുന്നു. ഇത് വീണ്ടും ഹിയർ ചെയ്യേണ്ട എന്നുള്ളതും ഓപ്പൺ കോർട്ടിൽ ഹിയർ ചെയ്യേണ്ട എന്നായിരുന്നു NSS-ൻ്റെ വക്കീലിനെതിരെ CPM മറ്റേ ദേവസ്വം ബോർഡ് എടുത്ത സ്റ്റാൻഡ്, കേരള ഗവൺമെൻറ് സ്റ്റാൻഡ്. അതിനുശേഷം എന്തുണ്ടായി? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയാണ് രോഹിൻടൻ തരിമാൻ അദ്ദേഹത്തിൻ്റെ എതിരഭിപ്രായം നിലനിർത്തിക്കൊണ്ട് തന്നെ പാഴ്സി മതവുമായി ബന്ധപ്പെട്ട എല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അത് മാറ്റിവെച്ചത്. എന്ന് വെച്ചാൽ
കേരള ഗവൺമെൻറ് ഇതിൽ എന്ത് സ്റ്റാൻഡാണ് എടുക്കണമെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. വ്യക്തമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം യുവതീ പ്രവേശം, വനിതാ പ്രവേശമല്ല, വനിതാ പ്രവേശ ശബരിമലയുണ്ട്. യുവതീ പ്രവേശത്തെ കുറിച്ചിട്ട് LDFൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് യുവതികളെ പ്രവേശിക്കാം എന്നുള്ളതാണ്. അതിനെതിരെയാണ് NSS അഡ്വക്കേറ്റ് പരാശരം വഴി സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുന്നത്. ആ കേസ് നിലനിൽക്കുന്നുണ്ട്. ആ കേസ് എന്ത് വേണമെങ്കിലും എടുക്കാം. അത് പെട്ടെന്ന് ഹിയർ ചെയ്യണം എന്ന് ഈ അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയനും VN വാസവനും പറയാം. ഈ പെട്ടെന്ന് ആ കേസ് എടുക്കുകയും നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് യുവതികളെ ഇവിടെ ഉടനെ തന്നെ ശബരിമലയിൽ അവിടെ ആക്കണം. അതുകൊണ്ട് അത് വലിയൊരു പുരോഗമന നിലപാടായിരിക്കും, നമ്മുടെ നവോത്ഥാന നിലപാടായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് ധാരാളം നിക്ഷേപങ്ങൾ അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരണം. ഈ നിലപാടാണ് ഇതിനെ നവോത്ഥാന സദസ്സാക്കി പിണറായി വിജയൻ്റെ ആശയത്തിനനുസരിച്ച് LDF ഗവൺമെൻറ് ആശയമനുസരിച്ച് മാറ്റാൻ സാധിക്കും. മറിച്ച് ഇത് എന്ത് അഷുറൻസാണ് കൊടുത്തത്? തങ്ങളുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി ഇവിടുത്തെ നവോത്ഥാനത്തെ വഞ്ചിച്ചുകൊണ്ട്. മാത്രമല്ല, എൻ്റെ അഭിപ്രായത്തിൽ നിതിൻ ഗഡ്കരിക്ക് വളരെ നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. കാര്യകാലത്ത് നമ്മുടെ ശബരിമല സംഭവം നടന്നത് നമുക്കറിയാലോ. കേരളത്തിലെ ജില്ലകൾ തോറും പാലക്കാടും തൃശ്ശൂരും കോഴിക്കോടും തിരുവനന്തപുരത്തും പഞ്ചായത്തിലും നവോത്ഥാന സദസ്സ് നടന്നുണ്ട്. വളരെ പ്രമുഖരായിട്ടുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികൾ, ഈ നമ്മുടെ കഥാപ്രാസംഗികർ, ഇവർ പല ആൾക്കാരും നവോത്ഥാനത്തെക്കുറിച്ച് ഒട്ടടി കഥാപ്രസംഗങ്ങൾ തുടർച്ചയായി നടത്തി നമുക്കറിയാം. പല വീഡിയോകളും നമുക്ക് അവൈലബിളാണ്. അവരുടെ നിലപാട് എന്താണെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അവർ ഈ കാലത്ത് എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായും നവോത്ഥാന സദസ്സായി മാറാൻ പോകുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രഭാഷകരെല്ലാം വിളിച്ചുകൊണ്ട് NSSനും SNDPക്കും അതുപോലെ ഹിന്ദു സംഘടന അയ്യപ്പക്തന്മാർക്കും ക്ലാസ് എടുക്കണം. കാരണം അതാണ് ശരിയായ നിലപാട്. കാര്യം ഇവർ വീഡിയോയിലൂടെ മാത്രം പറഞ്ഞാൽ പോരാ, കാര്യം ഇവരെ ബോധ്യപ്പെടുത്തണം. കാരണം ഇവിടെ യുവതികൾ പ്രവേശിക്കണം, നവോത്ഥാനം നടപ്പാക്കണം. ഈ സ്റ്റാൻഡിനുള്ള ഏറ്റവും നല്ല സുവർണാവസരം, ഇവിടെയാണ് സുവർണാവസരം പ്രസക്തമാവുന്നത്. BJP പറഞ്ഞ ശ്രീധരൻപിള്ള പറഞ്ഞ സുവർണാവസരമല്ല, ഇത് കേരളത്തിന് നവോത്ഥാനത്തിന് സുവർണാവസരമാണ്. അതായത് ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ തന്നെ കേൾക്കാനും കേൾപ്പിക്കാനും മനസ്സിലാക്കാനുമുള്ള ഏറ്റവും നല്ല അവസരം. ആ നിലയിൽ ഈ സംഗമം നമ്മൾ സ്വീകരിക്കണം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, ദേവസ്വം മന്ത്രി VN വാസവൻ, അതുപോലെ തന്നെ ഗോവിന്ദൻ മാഷ്, പിന്നെ പ്രധാനപ്പെട്ട ബുദ്ധിജീവികളായിട്ടുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികൾ, പ്രഭാഷകർ, ഇവരൊക്കെ തന്നെ ഇവിടെ പങ്കെടുത്തുകൊണ്ട് ഒരു ബോധവൽക്കരണ സദസ്സായി മാറും. എന്തുകൊണ്ട് ഇന്നത്തെ കാലത്ത് 21 നൂറ്റാണ്ടിൽ യുവതികൾ പ്രവേശിക്കുന്നത് ആചാരപരമായിട്ടുള്ള പരിവർത്തനത്തെ ആവശ്യമായിരിക്കും. അങ്ങനെ ഈ സംഭവം കേരളം മുഴുവൻ സ്വീകരിക്കും. അതായിരിക്കും കേരളത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്ന ഏറ്റവും വിജയകരം. അത് നടത്താതെ ഇതിൽ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഈ വിഷയം പറയാതെ മൂടി വെച്ചിട്ട് നവോത്ഥാനത്തെ വഞ്ചിക്കാനാണ്, അല്ലെങ്കിൽ എന്ത് അഷുറൻസാണ് NSSന് കൊടുത്തു വന്നാൽ അത് കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും പിന്തിരിപ്പ നിലപാടായിരിക്കും. അവരൊറ്റ കാരണത്ത് കൊണ്ട് തന്നെ ഈ സർക്കാർ അവരുടെ പ്രഖ്യാപിതമായ നിലപാടിൽ നിന്ന് വളരെ പിന്നോട്ട് പോകാൻ മാത്രമല്ല, കേരളത്തിലെ ഇതിനെ പിന്തുണച്ച ആൾക്കാരെ മുഴുവൻ വഞ്ചിക്കുന്ന ഒരു സ്ഥിതിയിലേക്കും എത്തുന്നതാണ് എൻ്റെ തോന്നൽ. ശരി, ദാമോദർ പ്രസാദ് പറഞ്ഞതിനുള്ള പ്രതികരണമാണ് എനിക്ക് അങ്ങിൽ നിന്ന് ആദ്യം കേൾക്കേണ്ടത്. ഇത് നവോത്ഥാന സമിതിയൊക്കെ നിങ്ങൾ രൂപീകരിച്ചു, ആ സമിതി ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അത് ശബരിമലയുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നല്ലോ, സുപ്രീം കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പുരോഗമന ആശയങ്ങൾ പങ്കുവയ്ക്കുകയും അതിൽ ഈ ആഗോള തലത്തിൽ തന്നെ ഒരു പിന്തുണ തേടുകയാണോ ചെയ്യാൻ പോകുന്നത്, അതോ നിങ്ങൾ ഈ നവോത്ഥാനം എന്ന വിഷയം പൂർണ്ണമായും അത് തെറ്റായിപ്പോയി എന്ന വിലയിരുത്തലിലേക്ക് എത്തിയോ? അതിലൊരു ക്ലാരിറ്റി തരാമോ? ശ്രീ ദാമോദർ പ്രസാദ് ഇവിടെ പറഞ്ഞത് കേട്ടാൽ നമുക്ക് തോന്നുക നവോത്ഥാനം എന്ന വാക്ക് തന്നെ എന്തോ ഒരു അപകടകരമായ വാചകമാണ് എന്നാണ് തോന്നുക. ഈ കേരളത്തിനകത്ത് ഒരുപാട് ക്ഷേത്രങ്ങളിൽ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഇടപെടലുകളുടെയും എല്ലാം ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന കേരളത്തിലും രാജ്യത്തുമുള്ള പല ക്ഷേത്രങ്ങളിലും ഭക്തരും വിശ്വാസികളുമെല്ലാം കയറാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നത് ശ്രീ ദാമോദർ പ്രസാദിനെ പോലെയുള്ള ആളുകൾ മറന്നു പോകരുത്. അത് വൈക്കത്തായിക്കോട്ടെ, ഗുരുവായൂരായിക്കോട്ടെ, മറ്റെവിടെയും ആയിക്കോട്ടെ, ഇവിടെയെല്ലാം നവോത്ഥാനത്തിൻ്റെ സമരങ്ങൾ നടന്നിട്ടുണ്ട്, നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ ചെയ്തു വെക്കാൻ വേണ്ടി നോക്കുന്നത് ഇടതുപക്ഷത്തിനെതിരായി വീണ്ടും ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ തക്കത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കുന്നത് ശ്രീ ദാമോദർ പ്രസാദിനെ പോലെയുള്ളവരും BJP-ക്കാരുമാണ്. അങ്ങനെയല്ല ശ്രീ നിതിൻ ഗഡ്കരി, നിങ്ങൾ ശക്തിയുക്തം എടുത്തിരുന്ന ഒരു നിലപാടുണ്ടല്ലോ, ആ നിലപാടിൽ ഇപ്പോൾ നിങ്ങൾ നിശബ്ദരാണ്. അതിലൊരു ക്ലാരിറ്റി വേണം. നിങ്ങൾ അത് പൂർണ്ണമായും മാറ്റിയിട്ടാണോ ഇതിലേക്ക് വന്നത്, അതോ അതും അവിടെയുണ്ട് ഇതും ഇവിടെയുണ്ട് എന്ന നിലയ്ക്കാണോ? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ലാതെ നവോത്ഥാനത്തെ എതിർത്തല്ല അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ അതിൽ നിന്ന് പിന്നാക്കം പോയോ എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, സ്മൃതി, നമ്മളത് ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഞങ്ങൾക്കല്ല, സുപ്രീം കോടതിയാണ് ഇന്ത്യയിൽ പറഞ്ഞത് ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണം എന്ന വിധി CPM നേടിയതല്ല.
ഇടതുപക്ഷം നേടിയതല്ല, കേരള സർക്കാരിന്റെ ആവശ്യമായിരുന്നില്ല, സുപ്രീം കോടതിയുടെ വിധിയായിരുന്നു. പോകട്ടെ, നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. വിഷയമാണ്, അത് കൂടി ചേർത്താണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. സംബന്ധിച്ചോ സുപ്രീം കോടതി വിധിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലെന്നേ. നിങ്ങൾ നവോത്ഥാന സംരക്ഷണ സമിതി ഇവിടെ രൂപീകരിച്ചത് സുപ്രീം കോടതി അല്ലല്ലോ, സർക്കാരാണല്ലോ. സർക്കാർ ഒരു നിലപാടെടുത്ത് ചെയ്തതാണല്ലോ. അതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന വെള്ളാപ്പള്ളിയാണ്. ആ അധ്യക്ഷൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രസംഗങ്ങളാണ്. അദ്ദേഹത്തെ നിങ്ങൾ ഒരു തരത്തിലും തടയുന്നില്ല. അദ്ദേഹം വർഗീയ പ്രസംഗങ്ങൾ നടത്തി തന്നെ പോകട്ടെ എന്ന രൂപത്തിൽ അതിനൊരു തടസ്സവും വരുത്തുന്നില്ല. അപ്പോൾ അതിനുശേഷം ഈ അയ്യപ്പ സംഗമം എന്ന പേരിന് തന്നെ നിങ്ങൾക്ക് ദുരുദ്ദേശമുണ്ട് എന്ന് ശ്രീകുമാർ പറയുകയാണ്. ആവർത്തിച്ച് അദ്ദേഹം അത് പറയുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും നോക്കുമ്പോൾ നിങ്ങൾക്ക് വോട്ടാണ് ലക്ഷ്യം. അതാണ് ഈ പറയുന്ന അക്കിരമൺ പറയുന്നത്. അക്കിരമൺ എല്ലാ കാലത്തും നിങ്ങൾക്കൊപ്പം നിന്നവരാണ് അല്ലേ? നോക്കൂ സ്മൃതി, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വർഷത്തിന് മുമ്പ് തീരുമാനിച്ചിരുന്ന ഒരു ആഗോള അയ്യപ്പ സംഗമം, അതിൽ ഞങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ദേവസ്വം ബോർഡ് ആ കാലം മുതൽ പറഞ്ഞു തുടങ്ങിയതാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം, ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്ന്, ഏത് ആശയങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് ഇതിനോടകം പറഞ്ഞു. അതിൽ ദാമോദർ പ്രസാദ് പറഞ്ഞ ഒരു കാര്യങ്ങളുമില്ല, ശ്രീകുമാർ പറഞ്ഞ ഒരു കാര്യങ്ങളുമില്ല. പിന്നെ ശ്രീകുമാറിനെ പോലെയൊക്കെയുള്ള കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഇതിനേക്കാൾ വലിയ വായിൽ കരയേണ്ടി വരും. അദ്ദേഹം പറഞ്ഞത് ഗതി കിട്ടാത്തത് ഞങ്ങളല്ല. 9 വർഷമായി ഗതി കിട്ടാതെ കേരളത്തിൽ അലയുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിയും പ്രസ്ഥാനവുമാണ് എന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPIM ഒക്കെ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നല്ല വേരുറപ്പോടുകൂടി നിൽക്കുന്ന പാർട്ടി തന്നെയാണ്. ആയിക്കോട്ടെ, അപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് അവരെ അടുത്ത 5 വർഷം അവർ ഗതി കിട്ടാതെ അലയാൻ വേണ്ടിയുള്ള തന്ത്രമാണോ എന്നൊരു ചോദ്യം. ഒരേ ഒരു കാര്യം കൂടി, തീർച്ചയായും അല്ല. നോക്കൂ, അത് ആഗോള അയ്യപ്പ സംഗമം നടന്നാലും ഇല്ലെങ്കിലുമൊക്കെ കോൺഗ്രസിന്റെ ഗതി തന്നെ അത് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാനിവിടെ പറഞ്ഞത് BJP ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. BJPയുടെ ശ്രീ ജയസൂര്യൻ ഇവിടെ പറഞ്ഞു പ്രിവിലേജ് കാർഡുകളാണ് പ്രശ്നം. ഈ പറയുന്ന പ്രിവിലേജ് കാർഡും അല്ലെങ്കിൽ ദർശനത്തിന് വേണ്ടിയിട്ടുള്ള തുക വാങ്ങുന്നതും പ്രത്യേക ക്യൂവും ഒക്കെ തിരുപ്പതിയിലുണ്ട് സാർ, കാശിയിലുണ്ട് സാർ. നിങ്ങൾ അവിടെ പോയി സമരം ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് അതിൽ എതിരഭിപ്രായമുണ്ടോ? കാശിയിലും തിരുപ്പതിയിലും ഒന്നും ഇത് പാടില്ല എന്ന അഭിപ്രായമുണ്ടോ? അപ്പോ അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ആദ്യം എന്താണ് നിങ്ങളുടെ പോയിന്റ് എന്ന് വ്യക്തമാക്കൂ. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങളാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഞങ്ങൾ ഇതിൽ ഒറ്റ കാര്യമേ കാണുന്നുള്ളൂ, അത് ശബരിമലയിലേക്ക് വരുന്ന വിശ്വാസികളുടെ താല്പര്യമാണ്, ഭക്തരുടെ താല്പര്യമാണ്. 53 ലക്ഷം ആളുകളാണ് കഴിഞ്ഞ മകരവിളക്കിന്റെ സീസണിൽ ആ ശബരിമലയിലേക്ക് വന്നിറങ്ങിയത്, ഒരു പരാതിയും പരിഭവങ്ങളും ഇല്ലാതെ. ആ ശബരിമല അതിന്റെ എല്ലാ ആചാര വിശുദ്ധിയോടും കൂടി അതിന്റെ വികസനം ഉണ്ടാകണം. ശബരിമലയിലേക്ക് കൂടുതൽ ആളുകൾക്ക് എത്താൻ കഴിയണം. ആ എത്തുന്ന ഭക്തർക്ക് സൗകര്യങ്ങളോടുകൂടി അയ്യനെ കണ്ട് തിരിച്ചു പോകാൻ കഴിയണം. ഇതിനുള്ള സാഹചര്യം ഒരുക്കലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് കേരളത്തിലെ ഈ സർക്കാർ കിഫ്ബിയിൽപ്പെടുത്തി 100 കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ ശബരിമലയിലെ എല്ലാ ഇടത്താവളങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ ഇന്നും വെട്ടിയിട്ടുള്ള ഒരു റോഡിന്റെ പേര് PK ചന്ദ്രാനന്ദന്റെ പേരിലാണ്. PK ചന്ദ്രാനന്ദൻ CPIM-ന്റെ നേതാവായിരുന്നു എന്ന് മറന്നു പോകരുത്. വിശ്വാസികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയാണ്. വിശ്വാസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുന്നത് BJP-യാണ്. അത് ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ഈ നാട്ടിലെ ശബരിമല വിശ്വാസികളും ഹിന്ദുമത വിശ്വാസികളുമാണ്. ഹിന്ദുമത വിശ്വാസികൾ ഒരിക്കലും BJP-യോടൊപ്പം നിൽക്കും എന്ന് കരുതുന്നില്ല. കാരണം BJP-യുടെ ഹിന്ദുത്വം എന്ന് പറയുന്നത് ബ്രാഹ്മണിക ആധിപത്യത്തിന് വേണ്ടിയുള്ളതാണ്. ആയിക്കോട്ടെ, അപ്പോൾ നിങ്ങൾക്കൊപ്പം നിൽക്കും അല്ലേ? നിങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള കാര്യങ്ങളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അത് പറഞ്ഞാൽ മതി. തീർച്ചയായും വിശ്വാസികളും അവിശ്വാസികളും മതവിശ്വാസികളും അല്ലാത്തവരും എല്ലാ മനുഷ്യർ അവരുടെ രാഷ്ട്രീയ നിലപാടെടുക്കുന്നത് ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെയും ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്, അല്ലാതെ മതവിശ്വാസം നോക്കിയല്ല. മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ രാഷ്ട്രീയമായി നിലപാടെടുപ്പിക്കണം എന്നാണ് BJP ആഗ്രഹിക്കുന്നത്. ആ വർഗീയവാദം കേരളത്തിൽ ചിലവാകില്ല എന്നാണ് BJP മനസ്സിലാക്കേണ്ടത്. ശരി, അഡ്വക്കേറ്റ് ജയസൂര്യൻ, നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ BJP-ക്കെതിരെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വിശ്വാസത്തെ കച്ചവടവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ഇന്നിപ്പോൾ കുമ്മനം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കുംഭമേളയിൽ നടക്കുന്നത്? കുംഭമേളയിൽ എല്ലാ സംസ്ഥാനങ്ങളും അതിൻ്റെ പരസ്യങ്ങളുണ്ട്, UP സർക്കാരിൻ്റെ പരസ്യങ്ങളുണ്ട്. അപ്പോൾ റിലീജിയസ് ടൂറിസം എന്നുള്ളത് പദ്ധതിയായി തന്നെ നടപ്പാക്കുകയാണ് സർക്കാരുകൾ. അത് നിങ്ങൾക്ക് BJP സർക്കാരിനാകാം, ഇടത് സർക്കാരിന് പാടില്ല എന്ന് പറയുന്നതിൽ യുക്തിയില്ലല്ലോ.
ആദ്യം ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാം. അതായത് ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് കടന്നു ചെന്നിട്ടുള്ള ടൂറിസം പാടില്ല എന്നുള്ളതാണ് BJP വ്യക്തമായ നിലപാട്. ആചാരാനുഷ്ഠാനങ്ങളിൽ ഒഴികെ ബാക്കി കാര്യങ്ങളിൽ അതിൻ്റെ വികസനത്തിനോ മറ്റു കാര്യത്തിലോ ടൂറിസം വരുമാനത്തിനോ ഗവൺമെൻറ് വരുമാനത്തിനോ യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ആചാരാനുഷ്ഠാനങ്ങളിൽ, അതായത് സിൽവർ കാർഡ് മുതൽ ഡയമണ്ട് കാർഡ് വരെ 5ആയിട്ട് ഹിന്ദുക്കളെയും ഭക്തന്മാരെയും വേർതിരിക്കുന്നത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനത്തിന് വിരുദ്ധമാണ്. അത് തീരുമാനിക്കേണ്ടത് മന്ത്രിയല്ല, തന്ത്രിയാണ്. അതിന് തന്ത്രിയും സംവിധാനങ്ങളും ഉണ്ട്. തിരുപ്പതിയിലും കാശിയിലും വേറെ രൂപത്തിലാണോ അത് പ്രവർത്തിക്കുന്നത്? ഈ സാമൂഹ്യ നവോത്ഥാനം അല്ല, ഏത് രൂപത്തിലാണെങ്കിലും അതിനൊക്കെ അവിടെ തീരുമാനിക്കാൻ സമിതിയുണ്ട്. അവരാണത് തീരുമാനിക്കുന്നത്, രാഷ്ട്രീയക്കാരല്ല തീരുമാനിക്കുന്നത്. എവിടെയാണെങ്കിലും ഇവിടെ കേരളത്തിൽ സാമൂഹ്യ നവോത്ഥാനത്തെക്കുറിച്ച് ഇത്രമാത്രം CPM വാചാലമാകുമ്പോൾ ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തില് അല്ലല്ല, ഞാൻ സംസാരിക്കുമ്പോൾ തടസ്സപ്പെടുത്തരുത്. അതായത് കേരളത്തിൽ തീണ്ടലും തൊടിയിലും ഉണ്ടായിരുന്നു. അത് മാറ്റിയത് രാഷ്ട്രീയക്കാരല്ല. ക്ഷേത്രപ്രവേശനം നേടിയത് രാഷ്ട്രീയക്കാരല്ല. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം രാഷ്ട്രീയക്കാരല്ല. വിദ്യാലയ പ്രവേശം കൊടുത്തത് രാഷ്ട്രീയക്കാരല്ല. മരുമക്കത്തായം നാറ്റി മക്കത്തായം ഉണ്ടാക്കിയത് രാഷ്ട്രീയക്കാരല്ല. വിധവാ വിവാഹം ഇവിടെ നടത്താൻ വേണ്ടി ശ്രമിച്ചത് രാഷ്ട്രീയക്കാരല്ല. ഇവിടുത്തെ സാമൂഹ്യ പരിഷ്കാരം ഹിന്ദുവിൻ്റെ ബാല്യവിവാഹമാണെങ്കിലും പുലപ്പേടി മണ്ണാപ്പേടി പോലെയുള്ള പഴയ കാര്യമാണെങ്കിലും ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ ഹിന്ദു സമുദായത്തിനുള്ളിൽ തന്നെ ഹിന്ദുക്കൾ തന്നെ മാറ്റിയതാണ് കാലാകാലങ്ങളിൽ. അത് മാറ്റാൻ ഹിന്ദു സമൂഹത്തിന് അറിയാം. അതിന് രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ട് വേണ്ട, അത് BJP-യുടെ സപ്പോർട്ട് വേണ്ട, കോൺഗ്രസും വേണ്ട, CPM-ഉം വേണ്ട. ഞങ്ങളിതാ ഹിന്ദുക്കൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടാണോ? അത് വിചിത്രവാദമായി തോന്നുന്നു ശ്രീ തീർച്ചയായിട്ടും ജയസൂര്യൻ. കഷ്ടമാണ് കേട്ടോ. സ്മൃതി ചോദ്യം മാത്രം പോരാ. സ്മൃതി ചോദ്യം മാത്രം പോരാ. മറുപടി എന്താ? അതായത് ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്ന് പറഞ്ഞത് ഹിന്ദുക്കളാണ്. അവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും സമരത്തിന് വന്നപ്പോൾ ഗാന്ധിജിയാ പറഞ്ഞത് വേണ്ട, അത് അവർ ചെയ്തോളും എന്ന്. വൈക്കം ക്ഷേത്രത്തിൽ സമരത്തിന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വന്നു, സിഖുകാർ വന്നു. അപ്പോൾ പറഞ്ഞു വേണ്ട, അത് ഹിന്ദുക്കൾ ചെയ്തോളും എന്ന് ഗാന്ധിജി തന്നെ പറഞ്ഞു. അത് ഹിന്ദു മതത്തിനകത്തുള്ള കാര്യമാണ്, അവർ ചെയ്തോളും എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇത്രമാത്രം വലിയ പരിഷ്കാരവാദികൾക്ക് പരിഷ്കാരം അങ്ങനെ മുട്ടി നിൽക്കുകയാണെങ്കിൽ ആ പരിഷ്കാരം എന്തുകൊണ്ടാണ് ഹിന്ദുവിന്റെ നെഞ്ചത്ത് മാത്രം പ്രയോഗിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. മുസ്ലിമിന്റെ ബഹുഭാരിത്വത്തെ എന്തുകൊണ്ടാണ് പരിഷ്കരിക്കാത്ത? വീട്ടിൽ പ്രസവം ഉണ്ടല്ലോ, എന്താ പരിഷ്കരിക്കാത്ത? സ്ത്രീകൾക്ക് ദേവാലയ പ്രവേശമില്ലല്ലോ മുസ്ലിങ്ങൾക്കിടയിൽ, എന്താ പരിഷ്കരിക്കാത്ത? സുന്നത്ത് നടത്തിയിട്ട് മരിക്കുന്നുണ്ടല്ലോ, എന്താ പരിഷ്കരിക്കാത്ത? ക്രിസ്ത്യാനികളുടെ ഇടയിൽ സ്ത്രീകൾക്ക് സ്മൃതി തടസ്സപ്പെടുത്തരുത്. ഞാൻ ഒന്ന് പെട്ടെന്ന് തീർക്കാം. തടസ്സപ്പെടുത്തരുത്. അതായത് ക്രിസ്ത്യാനികൾക്കിടയിൽ സ്ത്രീകൾക്ക് വികാരി അച്ഛനോ ബിഷപ്പോ ആകാൻ പറ്റുന്നില്ല, എന്താ പരിഷ്കരിക്കാത്ത? അപ്പൊ പരിഷ്കാരം മുഴുവൻ ഹിന്ദുവിന് മാത്രം, അല്ലാതെ മറ്റാരെയും പരിഷ്കരിക്കണ്ടേ? ഈ സാമൂഹ്യ നവോത്ഥാനം ഹിന്ദുവിന് മാത്രം മതിയോ? അത് ഹിന്ദുക്കൾക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ അറിയാം. ഹിന്ദുക്കളുടെ സാമൂഹ്യ നവോത്ഥാനം നടത്താനുള്ള സംവിധാനമുണ്ട്, നേതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അത് അവർ ചെയ്തോളും കാലാകാലം. അവിടെ രാഷ്ട്രീയക്കാർ ഇടപെടേണ്ട കാര്യമില്ല. ജയസൂര്യൻ, നിങ്ങൾക്കാണോ അട്ടിപ്പേർ അവകാശം? ഞങ്ങൾ വിവിധ സമുദായ സംഘടനകൾ അതിനെ പിന്തുണച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്നേ. അത് മതി. ഞങ്ങൾക്കതിന്റെ അട്ടിപ്പാറ അവകാശം വേണ്ട. ഞങ്ങൾക്ക് അട്ടിപ്പേർ അവകാശം വേണ്ട, ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയക്കാർ ഇടപെടുമ്പോൾ കൃത്യം മറുപടി പറയാം. അല്ലാതെ ഞങ്ങൾ പറയട്ടെ, അതെന്ന് ഞങ്ങൾക്ക് മറുപടി ഉണ്ടല്ലോ, എനിക്ക് മറുപടി ഉണ്ടല്ലോ. ചോദ്യം മാത്രം പോരല്ലോ, മറുപടി വേണ്ടേ? ചോദ്യം മാത്രം പോരല്ലോ, മറുപടി വേണ്ടേ? അതായത് ചോദ്യം മാത്രം പോരല്ലോ, മറുപടി വേണ്ടേ? ചോദ്യം മാത്രം പോരല്ലോ, മറുപടി വേണ്ടേ? ജയസൂര്യ, മറുപടി പറയാൻ സമ്മതിക്കണം. സ്മൃതി, ഇത് എനിക്കുള്ള സമയമാണ്. സ്മൃതി, എനിക്കുള്ള സമയമാണ്. ഇടയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണെന്നേ. പറഞ്ഞോളൂ. അല്ല, ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ മറ്റാരും സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടാറില്ല. മാന്യത കാണിക്കണം. നിതിൻ ചോദിക്കാം, അദ്ദേഹം പറയട്ടെ ആദ്യം. പറഞ്ഞോളൂ. അതായത് സാമൂഹ്യ പരിഷ്കരണത്തിൽ അതാത് സമുദായങ്ങളും മതങ്ങളും അവരുടെ സ്വയം സാമൂഹ്യ പരിഷ്കരണം ചെയ്യണം എന്നു തന്നെയാണ് BJP-യുടെ അഭിപ്രായം. ഹിന്ദു മതത്തിലും അത് തന്നെയാണ് വേണ്ടത്. എന്നാൽ ആ ഹിന്ദു മതത്തിനകത്തേക്ക് രാഷ്ട്രീയക്കാർ കയറി വന്ന് ഈ പരിഷ്കാരം എന്ന പേരിൽ പല തട്ടിപ്പും നടത്തുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയായ BJP അതിനെ ചോദ്യം ചെയ്യും. അത്രയേ ഉള്ളൂ. അതിനകത്ത് മതമല്ല, രാഷ്ട്രീയം തന്നെയാണ്. ക്ലിയർ ആയ ഉത്തരം നിതിൻ ഗഡ്കരി. രാഷ്ട്രീയക്കാരായിരുന്നില്ലേ? എന്തൊക്കെ പറയണത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയൂ നിതിൻ, പറയൂ. ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിലും രാഷ്ട്രീയക്കാരായിരുന്നു. ഇവിടെ സംഗമത്തെ കുറിച്ച് അല്ല,
നോക്കൂ, ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ച് എന്തിനാണ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് വേവലാതിപ്പെടുന്നത്? എന്തിനാണ് കുമ്മനം രാജശേഖരൻ വേവലാതിപ്പെടുന്നത്? അതാണ് ദേവസ്വം വകുപ്പിന്റെ മന്ത്രി പറഞ്ഞത്. ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നത് BJP ആണ്, RSS ആണ്. അപ്പോ നിതിൻ ഗഡ്കരി ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ സമിതിയിൽ ആരൊക്കെ ഉണ്ട് എന്ന് വ്യക്തമാക്കൂ. അതോടുകൂടി ഈ പ്രശ്നം അങ്ങോട്ട് തീരുന്നേ. ഈ സമിതിയിൽ ആരൊക്കെയാണ്? ഈ ലോക കേരള സഭ പോലെ ഒരു പരിപാടിയാണെന്നാണ് നിങ്ങളെ പറ്റി ആക്ഷേപം പറയുന്നത്. അതല്ല, ഇതിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട എല്ലാവരും ആണെങ്കിൽ അതിൽ വ്യക്തത വരുത്തൂ. NSS ഇപ്പോൾ അവസാനം അതാണ് ചോദിക്കുന്നത്. നമുക്ക് അടുത്ത ദിവസം ഇരിക്കാം, സമയം കഴിഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി നിതിൻ കണിച്ചേരി, N ശ്രീകുമാർ, അഡ്വക്കേറ്റ് S ജയസൂര്യൻ, ദാമോദർ പ്രസാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.